ഹായ് ഓൾ. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു യൂണിറ്റാണ്. എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റാണിത്. അപ്പം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഒറിജിനാണ്. അതായത് നമ്മൾക്കറിയാം കമ്പ്യൂട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് നമ്മളുടെ കാൽക്കുലേഷൻസിൽ നിന്നാണ്. അതായത് നമുക്ക് ലാർജ് നമ്പർ ഓഫ് കൗണ്ട് ചെയ്യാനും അതിൻ്റെ കാൽക്കുലേഷൻസ് നടത്താനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിന് മുന്നേ നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ആ ഒരു ഒറിജിൻ, കമ്പ്യൂട്ടറിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അബാക്കസ് എന്ന് പറയാം. അതായത് അബാക്കസ് ഇൻവെൻറ്റ് ചെയ്യുന്ന സമയം ഒരു 3000 BCയിലാണ്. ആ ഒരു ടൈമിൽ ചൈനയിലാണ് അത് ഇൻവെൻ്റ് ആകുന്നത്. അതൊരു കൗണ്ടിങ് മെഷീനാണ് ഫസ്റ്റ്. അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വുഡൻ ഫ്രെയിമിലുള്ള ബീഡ്സ് ആഡ് ചെയ്ത ഒരു ഫ്രെയിമായിരുന്നു ഈ അബാക്കസ് എന്ന് പറയുന്നത്. അത് ചിൽഡ്രൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അബാക്കസ് പഠിച്ച ഒരാൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ ഒരു കാൽക്കുലേറ്ററിനേക്കാളും ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ഒരെണ്ണമാണ് നേപ്പിയർ ബോൺസ് എന്ന് പറയുന്നത്. ജോൺ നേപ്പിയർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് അത് ഇൻവെൻറ്റ് ചെയ്തത്. അതെന്ന് പറയുന്ന ഒരു മേഡപ്പ് ഓഫ് ബോൺസ് ഓർ ഐവറി റോഡ്സ് ആണ് വിത്ത് നമ്പേഴ്സ്. ഇതും സെയിം യൂസ് തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ സ്ക്വയർ റൂട്ട് അതിൻ്റെ അൽഗോരിതം വെച്ചിട്ടാണത് ചെയ്തു വരുന്നത്. അപ്പം ആ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ആണ് അവിടെ പോസിബിൾ ആയിക്കൊണ്ടിരുന്നത്. പിന്നെ റിംഗ് റോളേഴ്സ് കാണും. അത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അല്ലെങ്കിൽ അതൊരു അൽഗോരിതമാറ്റിക് സ്കെയിലിങ്ങിൽ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിം തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റൂട്ട്സ്, ട്രിഗണോമെട്രി എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അത് യൂസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റേഴ്സിന് മുന്നേ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്കൽ കാൽക്കുലേറ്റർ, പാസ്കലൈൻ എന്ന് പറയും. അത് വർക്ക് ആയിരുന്നത് വീൽ ആൻഡ് ഗിയർ എന്നൊരു കൺസെപ്റ്റിലായിരുന്നു. അതിനകത്ത് അഡീഷനും സബ്സ്ട്രാക്ഷനും ആയിരുന്നു നടന്നത്. അതൊരു ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് കാൽക്കുലേറ്റേഴ്സ് ആണ്. അതായത് അതെന്ന് പറയുന്നത് 4 ഓപ്പറേഷൻസിന്, അതായത് ആഡ്, സബ്സ്ട്രാക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അതാണ് പെർഫോം ചെയ്യുന്നത്. അത് മറ്റേ പാസ്കലിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. അതായിരുന്നു നമ്മളുടെ മോഡേൺ കാൽക്കുലേറ്ററിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫറൻസ് എഞ്ചിനാണ്. അത് ഡിസൈൻ ചെയ്ത് നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാം പിതാവായ ചാൾസ് ബാബേജ് ആണ് അത് ഡിസൈൻ ചെയ്തത്. അതാണ് മാത്തമാറ്റിക്കൽ ടേബിൾസിനെ റിപ്പീറ്റഡ് അഡീഷൻസിനകത്തോട്ട് വന്നത്. അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന ഫോർ മാത്തമാറ്റിക്കൽ ടേബിൾ വിത്ത് റിപ്പീറ്റഡ് അഡീഷന് വേണ്ടിയിട്ടായിരുന്നു അത് അന്ന് യൂസ് ചെയ്തിരുന്നത്. അതിനകത്ത് നമ്മൾക്ക് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറായിട്ട് എഞ്ചിനെ നമുക്ക് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറായിട്ട് പറയാം. അതുപോലെ തന്നെ അനലിറ്റിക് എഞ്ചിൻ അതും ചാൾസ് ബാബേജ് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതിന് മെമ്മറി ഉണ്ടായിരുന്നു, പ്രോസസ്സർ ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസും ചെയ്യാം. ബ്രാഞ്ചിങ്, ലൂപ്പിംഗ് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറായിട്ട്, അതായത് ഫസ്റ്റ് ഡിസൈൻ ഫോർ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നതാണ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കാൽക്കുലേറ്റർ. അതായത് 19th സെഞ്ച്വറി ആ ഒരു ടൈമിലാണ് അത് ഡെവലപ്പ് ആവുന്നത്. അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് വരുമ്പോൾ വർക്ക് വിത്ത് ഗിയർ ആൻഡ് ലിവേഴ്സ് ആണ്.
ലേറ്റർ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ മോട്ടേഴ്സ് ഇലക്ട്രിക്കൽ കാൽക്കുലേറ്റേഴ്സിലോട്ട് കൺവേർട്ടായി ഓഫീസിലും ഇൻഡസ്ട്രിയൽസിലും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ മോഡേൺ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററിലേക്ക് വന്നു. നമ്മുടെ ഇപ്പോഴത്തെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്ററിലോട്ടുള്ള വരവാണ് വന്നിരിക്കുന്നത്. ഏർലി കാൽക്കുലേറ്ററിൽ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അത് വലിയ ബൾക്കായിരുന്നു, വലിയ രീതിയിലുള്ള വലുതായിരുന്നു. പിന്നെ റീപ്ലേസ് ചെയ്ത് ട്രാൻസിസ്റ്റർ ആക്കി മൈക്രോ ചിപ്സ് ആക്കി. അപ്പം അത് ചെറുതായി. ഇപ്പം നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന രീതിയിൽ വരെയുള്ള കാൽക്കുലേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബേസിക്കും അഡ്വാൻസും ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ പോർട്ടബിളും ചീപ്പും പവർഫുള്ളുമാണ്. കാരണം കുഞ്ഞ് കാൽക്കുലേറ്റർ മുതൽ വലിയ കാൽക്കുലേറ്റർ വരെ ഉണ്ട്. സെയിം പർപ്പസ് ഉള്ള കാൽക്കുലേറ്റർ പല സൈസിലും പല റേറ്റിലും പല ഫങ്ഷൻസും ഉള്ളത് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ പോയിൻ്റാണ് ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തത്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് വിത്ത് മാനുവൽ ഡിവൈസ്, അതായത് അബാക്കസ്, നേപ്പിയർ ബോൺസ് പോലുള്ള സംഭവങ്ങൾ. ദെൻ കെയിം മെക്കാനിക്കൽ മെഷീൻസ്, പാസ്കലൈൻ, ലിസ്ബിയൻസ്, ബാബേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലേറ്റർ ഇലക്ട്രിക്കൽ കാൽക്കുലേറ്റർ. പിന്നെ ഫൈനലി ആണ് നമ്മളുടെ മോഡേൺ ഇലക്ട്രിക്കൽ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടേഴ്സിലോട്ടും വന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചിരുന്നാൽ മതി. നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം എഴുതിയാൽ മതി. പിന്നെ ഇനി നമുക്ക്